കോഴി കൂമ്പ് ഇറങ്ങിപ്പോവും കരുതണ്ടാൻ. വല്ലതും കഴിക്കാൻ നേരത്ത് കയറി വരും നാണം കിട്ടാൻ. അപ്പനില്ലാത്തതാണോ എനിക്കെന്തിനാ? ഓ തുടങ്ങി. ഓ നാണം കളയാതാണടാ ഇത്രയും നാളും കഴിഞ്ഞത്. അതെ അതെ, ഒന്നും പറയണ്ട. കൈമളേമാന്റെ പുറകെ രാവിലെ നടക്കുന്നതും നാണക്കേടല്ലായിരിക്കും. എന്റെ കൊക്ക് അനച്ചുള്ളിടത്തോളം കാലം ഞാൻ കൈമളയമാന്റെ പുറകെ പോകും. ഉണ്ട ഉരുളയ്ക്ക് ഉചിതം കാട്ടാത്തവനോട് കർത്താവ് പോലും പൊറുക്കൂലടാ. ഉരുള കൊണ്ടിട്ടുണ്ടെങ്കിലേ എല്ലുമുറിയെ പണിയും ചെയ്തിട്ടുണ്ട്. എടാ, വിശക്കുന്ന നാട്ടുകാർക്ക് വയറ് നിറയെ വിളമ്പി കൊടുത്തിട്ടുള്ളവരാടാ ആ വീട്ടുകാര്. വേണ്ട, പഴയതൊക്കെ പറഞ്ഞിട്ടിരുന്നാലേ ഏമാനും അപ്പനും ഒരു കൃതവും കിട്ടത്തില്ല. കാലം മാറിയതനുസരിച്ച് മാറിയില്ലെങ്കിൽ ഏമാൻ വഴിയിലിറങ്ങും, പുറകെ അപ്പനും ഇറങ്ങും. നീ ഞങ്ങളുടെ പുറകെ വരണ്ട, എനിക്ക് വേറെ ജോലിയുണ്ട്. ഉണ്ട്. എടാ, കൊന്ന തെങ്ങ് പോലെ വളർന്നിട്ട് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വീട്ടിനുണ്ടായിട്ടുണ്ടോ? 3 നേരം മൂക്കറ്റം തിന്നാനല്ലാതെ എന്തിനെങ്കിലും നീ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? നിറഞ്ഞു. നിന്നോടാ പറഞ്ഞത് ഉണ്ടേച്ചു പോടാ. അപ്പം നിറച്ച് തന്നേ. നിങ്ങൾ എന്തിനാ എപ്പോഴും അവനോട് വഴക്കിന് പോകുന്നത്? നീയും കൂടി അവന്റെ കൂടെ ഇറങ്ങിപ്പോ. ഒന്നുമില്ലേലും ഒരു പ്രായമായ ആങ്കൊച്ചനല്ലേ അവൻ. അത് അവനെ ഓർമ്മിപ്പിക്കാനാടി ഞാനീ പറയുന്നത്. അച്ഛനെ പെണ്ണ് ഇടിച്ച ഈ മട്ടൊക്കെ മാറുവപ്പാ. ഒറ്റ തൊഴി വെച്ചുണ്ടല്ലോ, കയറി പൊടിയകത്ത്. തലയിരിക്കുമ്പോ ബാലാടുന്നു. അല്ലാ പിന്നെ അങ്ങനെ നിന്റെ വയറ്റി പറഞ്ഞതല്ലേ? പോയോ? എടീ മറിയേ, എന്നാ മറിയേക്ക്? നീ പിണങ്ങിപ്പോയതാണോ? നിന്റെ നാടകം കണ്ട് കൂവിയാ നീ ആളുകളെ തല്ലു? ഇപ്പൊ ഞാൻ വന്ന് കൂവുകയാണെന്നിരിക്കട്ടെ, നീ തല്ലു? ഇല്ലേ മോനെ. നീ കത്തിയും വീശി കുത്താൻ ചെന്നാ വക്കീൽ ഇവിടെ പരാതി തന്നിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് പഠിച്ചതും ഒന്നിച്ച് കളിച്ചു നടന്നതും. അതെ, ഒന്നിച്ച് കളിച്ചു നടന്നതും ഒക്കെ ശരിയായിരിക്കാം. പക്ഷേ ഞാനിന്ന് സ്ഥലം ഇൻസ്പെക്ടർ ആണെന്നുള്ള കാര്യം നീ മറക്കരുത്. മറന്നിട്ടില്ലേ മോനെ? ഒന്നും. 14.25 രൂപ. 15 രൂപ. 15 രൂപ. 15 രൂപ. 15 രൂപ. ഇതെന്നാടാ പഠിത്തം നിർത്തി കന്നുകാലി കച്ചവടം തുടങ്ങിയോ? ഫീസ് അടക്കാൻ കാശിലിടാവേ. അപ്പൊ നിന്റെ അച്ഛൻ ഏടങ്ങത്ത് ചെട്ടിന്ന് പിരിക്കുന്നതൊക്കെ എവിടെ കൊണ്ട് കൊടുക്കുക? ഇനി പരീക്ഷ എഴുതണ്ട, പാസ്സാവുകയെന്ന് അച്ഛൻ പറയുന്നത്. അത് തരാ. ഇതിനൊന്നും കൊടുക്കുന്നില്ലയോ? പിന്നെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന്റെ പേര്? പേരിട്ടിട്ടില്ല. പേര് വിളിച്ച് അടുത്ത് വന്നാ വല്ലതും തിന്നാൻ കൊടുക്കണ്ടേ? അയ്യോ അയ്യോ, കരി കരി. എന്ത് കരി? അയ്യോ, ഇത് നമ്മുടെ നാരായണ ചേച്ചിയുടെ ആടല്ലേ ചിന്നു. കരി അടിച്ച് നാണമില്ലല്ലോടാ. ആ പാവം നാരായണ ചേച്ചിയുടെ ആടിനെ അടിച്ചു മാറ്റി കരി അടിച്ച് ചന്തയെ കൊണ്ടുവന്ന് അയ്യേ അയ്യേ. നീ പൊക്കോ, എനിക്ക് പലതും ഓർമ്മ വരുന്നു. 2 പൊട്ടിക്കുന്നില്ലേ മോനെ? ഇപ്പോഴില്ല, മേലിൽ ഇത് ആവർത്തിച്ചാൽ നീയാണെങ്കിൽ പോലും എനിക്ക് പൊട്ടിക്കേണ്ടി വന്നേക്കും. ശൗരി, ഏമാൻ ഉറങ്ങാണ്. എന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങാൻ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു അങ്ങ് ഉറങ്ങിപ്പോയി. ആരാടാ ഉണന്നു. സ്വാതന്ത്ര്യം മുണ്ടു കൊടുത്ത് ജുബ്ബായിട്ട് ടോർച്ചുമായിട്ട് വന്നിരിക്കുക. ഇനിയെങ്കിലും ഒന്ന് എഴുന്നേറ്റിരുന്നു കൂടെ ജ്യേഷ്ഠ? ഏമാൻ വന്നത്. നിന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്കറിയാം. അത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടടാ. അത്രേ നീ ചെയ്യുന്നുള്ളൂ. എടാ, നീ ഇൻസ്പെക്ടറായി വന്നിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? തൊപ്പിയും മച്ചന്റെ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 4 ആള് കൂടുന്നിടത്ത് ഇറങ്ങി നിന്ന് പൊട്ടിക്കും എന്ന് പറയുന്നതല്ലാതെ നിന്നെ കൊണ്ട് വല്ലതിനും കൊള്ളാവോ? നീ ഒന്ന് മനസ്സിലാക്കണം, ഇത് എന്റെ നാട്, എല്ലാരും വേണ്ടപ്പെട്ടവര്. ഏത് വകയിലാണ് ആ ചെറിയ പുറമ്പോക്കി കിടക്കുന്നവർ നിന്റെ ബന്ധുക്കളാവുന്നേ? അവര് വക്കീലിന്റെ ആൾക്കാരാ, പണിക്ക് വന്നവരാ. പണിക്ക് വന്നവരല്ല, പണിയാൻ വന്നവരാണ്. നാട്ടുകാര് പിണങ്ങിയ പകരം പാടത്ത് പണിക്കിറക്കാനാ. ചെയ്യേണ്ടതെന്നാണെന്ന് ഞങ്ങൾക്കറിയാം, ചെയ്യുകയും ചെയ്യും. നീ കാക്കിയിട്ടുണ്ട് നടന്നോ പൊട്ടിക്കും പറഞ്ഞു. പൊട്ടിക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ കുറച്ച് ഏറുപടക്കെങ്കിലും മേടിച്ച് പൊട്ടിക്കേമാനെ, ഇല്ലയോ? ഭരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കും. ഉറപ്പാ. വക്കീൽ അദ്ദേഹം നിന്നാ ജയിക്കും, ഇല്ലേ ഞങ്ങൾ ജയിപ്പിക്കും. ഏതായാലും വക്കീൽ അദ്ദേഹം മെമ്പർ ആയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കും. അളിയനെ അങ്ങനെ നിർത്തോ ചാക്കോച്ച? എന്നാ വർത്താനായി പറയുന്നേ?
ആയിരപ്പറ കളത്തട്ടിലിരുന്ന് നാട്ടുവർത്താനം പറയുന്ന പോലാണോ പഞ്ചായത്ത്? വക്കീലതെ നിൽക്കുന്നു, ജയിക്കുന്നു. എനിക്കൊരു കണക്കൂട്ടലുണ്ട്. പഞ്ചായത്തിന്റെ അനുവാദത്തോടെ ആയിരപ്പറയിൽ ഒരു കുരിശടി പണിയണം. അത് വേണോ യാക്കോച്ച? വേണം. പണിക്കാർ കൂടുതൽ ക്രിസ്ത്യാനികളാ, അവരെ കയ്യിലെടുക്കണം. മതം പറഞ്ഞ് ചീട്ടിറക്കിയാലേ വെട്ടേണ്ട അടുത്ത് കൊള്ളൂ. നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ ഞാൻ എന്നാ പറയാനാ? സമ്മതിച്ചെന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ എല്ലാരും പറഞ്ഞ നിലയ്ക്ക് ഞാൻ സമ്മതിക്കാം. പക്ഷേ എതിരും വഴക്കൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്നറിയാമല്ലോ. ഏമാനെതിരായി ഏതവൻ വരാനാ? ഏമാൻ നിന്നാൽ ഒരു പൂതരും എതിർക്കില്ല. അങ്ങനാണെ ഞാൻ നിൽക്കാം. കൈമളേമാൻ ജയിക്കട്ടെ.